ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബസ്സിലാണുള്ളത്. അസർബൈജാനിൽ എവിടെ നോക്കിയാലും എണ്ണപ്പാടങ്ങളാണ് കാണുന്നത്. എണ്ണ ഇങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാവും. അസർബൈജാൻ വളരെ നല്ലൊരു രാജ്യമാണ്. സോളോ ട്രിപ്പൊക്കെ വരുന്നവർ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കും സേഫാണ്, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ബീബി ഹൈബത്ത് മോസ്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഫാത്തിമ മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. The mosque was completely destroyed by Bolshevik Russian Empire because Bolshevik Russian Empire was atheistic. According to the arguments, you can see Suye and Ayah from Quran. Can you see, guys? So, in Arabian language. Там очень много сури, потому что сказать прямо, что такое какая сура, это очень красиво. ഈ മോസ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്ത്രീകളാണെന്നാണ് പറയുന്നത്. ബീബി ഹൈബത്തിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുള്ള മോസ്ക് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതൊരു സ്റ്റോണാണ് ഗൈസ്. ഇത് ഷിയാത്ത് മുസ്ലിങ്ങൾ നെറ്റിയുടെ അവിടെ വെച്ചിട്ട് നെറ്റി കൊണ്ടുവന്ന് മുട്ടിക്കുന്നതാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നത്. This area is called Bibi Heybat, guys. That's why we can see the oldest and newest one. Shipyards. This area is called shipyards. The establishment date comes back to 20th century. Just imagine. That's why we can see oldest and newest one in this area. But on the way to Gobustan, we are going to see the newest one. Shipyards. I will show you. അപ്പോൾ ഗൈസ്, നമ്മൾ മോസ്ക് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.